ഡേ 4 ഓഫ് ഫിക്സിംഗ് മൈ ലൈഫ്. ഇന്നത്തെ ദിവസവും ഡെയിലി പ്ലാനറിനകത്ത് എഴുതി തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഡെയിലി പ്ലാനറിൽ എഴുതി പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാനും ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാനും കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് HSC ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ക്ലയൻസിനുള്ള കണ്ടന്റ്സ് എല്ലാം ഷെഡ്യൂൾ ചെയ്യുകയും അങ്ങനെയുള്ള ബാക്കിയുള്ള എഡിറ്റിംഗും പരിപാടികളും എല്ലാം തീർത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജിമ്മിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഇന്ന് ജിമ്മിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ. കാരണം നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വീണ്ടും ജിമ്മിന് പോയി തുടങ്ങിയത്. അപ്പൊ അതിൻ്റെതായ ഒരു ബോഡി പെയിൻ അത് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ജിമ്മിലേക്ക് വരാനുള്ള ഒരു സമയമായപ്പോഴും ഞാൻ ചിന്തിച്ചതാണ്, ഇന്നത്തെ ഒരു ദിവസം റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ലല്ലോ, നാളെ മുതൽ കറക്റ്റ് ആയിട്ട് പോകാം എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് വന്നു. അപ്പൊ ഞാനത് മനസ്സിലാക്കി അതെന്റെ മൈൻഡിന്റെ ഒരു കളിയാണ്. കാരണം ഈ ഒരു സ്റ്റേജിനെ റിയാലിറ്റി ക്രാഷ് എന്ന് പറയും. അതായത് തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡൊപ്പാമിൻ ലെവലൊക്കെ താഴ്ന്നു കഴിയുമ്പോൾ നമ്മൾ റിയാലിറ്റി കുറെ കൂടി ചിന്തിക്കാൻ തുടങ്ങും. അതായത് കുറെ കൂടി കഷ്ടപ്പെടണം, ഇതിനു വേണ്ടി ഇനിയും എഫേർട്ട് ഇടണം, കുറെ സമയം എടുക്കും എന്നൊക്കെയുള്ള റിയാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് കുറെ കൂടി കംഫർട്ട് സോണിലോട്ട് പോകാൻ താല്പര്യം കാണിക്കും. അങ്ങനെ ആ ഒരു തിരിച്ചറിവിൽ ജിമ്മിലേക്ക് പോയി അവിടുന്ന് വർക്കൗട്ട് ഒക്കെ ചെയ്ത് വീണ്ടും നേരെ ഓഫീസിലേക്ക് തിരിച്ചു വന്നു. കാരണം ഇന്നൊരു ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഡെയിലി പ്ലാനറിൽ എഴുതിയിട്ടുണ്ടായിരുന്ന എല്ലാ ആക്ടിവിറ്റീസും ടിക്ക് ചെയ്ത് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം പൂർത്തിയാക്കി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.